ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ് എന്നുള്ളതാണ്. രാത്രി സമയങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ്, നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ, ആ ഒരു കാര്യമാണ് നമ്മൾ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ രാത്രി സമയങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. രാത്രി സമയങ്ങളിൽ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുമൊക്കെ ഈ ഒരു പേഴ്സൺ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മളിവിടെ നോക്കുന്നത്. രാത്രി സമയങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ ഒരു രാത്രി സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, രാത്രി സമയങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ലേറ്റ് നൈറ്റ് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. നമുക്കിവിടെ മാസ്റ്റർ കാർഡ് നോക്കാം. ഓക്കെ, പേജ് ഓഫ് കപ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു സെപ്പറേഷനിലാണ് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു സെപ്പറേഷനിലാണ്, അത് കൂടുതൽ ലോങ് ടൈം ആയിട്ട് സെപ്പറേഷനിലാണ് എന്നുള്ളതാണ്. അതൊരു 1 ഇയറിൽ മുകളിലേക്കും ഒക്കെ നിങ്ങളുടെ ഒരു സെപ്പറേഷൻ നീളുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസിൽ ഉള്ള ഒരു റിലേഷൻഷിപ്പാണ്. കൂടുതൽ ആളുകൾക്കും ലോങ് ഡിസ്റ്റൻസ് ആണ്, ഒത്തിരി അകലെയാണ് നിങ്ങളുടെ പേഴ്സൺ. ചിലപ്പോൾ രാജ്യത്തിന് വെളിയിൽ വരെ ആകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളുടെ പേഴ്സൺസ്, അല്ലെങ്കിൽ ഒത്തിരി അകലെയുള്ള ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങൾ തമ്മിൽ കാണാനോ അങ്ങനെയൊന്നും ഒരു ചാൻസ് ഇല്ലാത്ത തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഇപ്പോൾ അത്ര അകലത്തിലാണ് നിങ്ങൾ തമ്മിലുള്ളത്. ഓക്കെ, അപ്പോൾ കൂടുതൽ ആളുകളുടെയും ഒരു എനർജി നോക്കുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉള്ള ആളുകളുടെ എനർജി ഇവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ഒത്തിരി ആളുകളുടെ നമുക്ക് ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിന്റെ റീഡിംഗ് ആണ് കൂടുതലായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ് നോക്കിയതെങ്കിലും എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണ് കൂടുതൽ എനർജി വരുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സണും നിങ്ങളോട് വളരെയധികം സ്നേഹമുള്ള ഒരു സമയം തന്നെയാണ്. പക്ഷെ ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ വരാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ വന്നത് ഈ ഒരു പേഴ്സൺ, നിങ്ങളുടെ പേഴ്സൺ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്നാണ് കാണുന്നത്. കാരണം ഇപ്പോൾ ഇവരുടെ സിറ്റുവേഷൻ ഒരു അത്ര നല്ല രീതിയിലല്ല എന്നാണ് കാണുന്നത്. ഒരു ഫൈനാൻഷ്യൽ പരമായിട്ടും മറ്റെല്ലാ രീതിയിലും അവർ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവർക്ക് കാണുന്നത്. ഇത്തരത്തിൽ അവർ വളരെയധികം സമ്മർദ്ദം അല്ലെങ്കിൽ വിഷമം ഫേസ് ചെയ്യുന്ന, പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യുന്ന, സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്ന ഒരു സമയം ആയിട്ടാണ് കാണുന്നത്. അപ്പം നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകുക എന്നത് വളരെ ഒരു ശ്രമകരമായ ഒരു കാര്യമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. കാരണം പലപ്പോഴും നിങ്ങൾക്ക് വേണ്ട ഒരു പരിഗണനയോ സ്നേഹമോ ഒന്നും നൽകാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്ന ഒരു കാര്യം ഇവിടെ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഈ ഒരു പേഴ്സണും മനസ്സിലാകുന്നു എന്നുള്ളതാണ്. കാരണം ഇവർക്ക് ഓൾറെഡി ഒരു ഫാമിലി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം. അപ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഏതോ കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക്, അത് ചിലപ്പോൾ ഒരു ഫാമിലി ആയിരിക്കാം. ഞാനിവിടെ കൂടുതൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിന്റെ എനർജി വന്നിരിക്കുന്നതുകൊണ്ടാണ് ഒരു ഫാമിലി എന്ന് പറയുന്നത്. അല്ലാത്ത ആളുകൾക്കും ഉണ്ടാകാം.
അപ്പൊ ചിലപ്പോൾ അവരുടെ ഫാമിലി എന്ന് ഉദ്ദേശിക്കുന്ന അമ്മ, അച്ഛൻ, സിസ്റ്റർ, ഇങ്ങനെയുള്ള ആളുകൾ വളരെയധികം സ്നേഹത്തിൽ കഴിയുന്നവരായിരിക്കാം. അവർക്ക് നിങ്ങളെ ഒരു താല്പര്യം ഉണ്ടാകില്ല. അപ്പം നിങ്ങളെ മാറ്റി നിർത്തേണ്ടതായിട്ട് വരുന്നു. ആ ഒരു സാഹചര്യവും അത്തരത്തിലുള്ള സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ടാകാം. അപ്പൊ അത്തരത്തിലുള്ളവർക്കും ഇത് റെസിനേറ്റ് ആവുന്നതാണ്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ടതായിട്ട് വരും എന്ന് ഇവർക്ക് നല്ല നല്ല രീതിയിൽ അറിയാം. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു പരിഗണന നൽകാനോ ഒരു സ്നേഹമോ കെയറോ ഒന്നും നൽകാനായിട്ട് അവർക്ക് കഴിയില്ല എന്നൊരു കാര്യവും അവർക്കറിയാം. അപ്പൊ അങ്ങനെ നിങ്ങളെ അവഗണിക്കേണ്ടതൊക്കെ ആയിട്ട് വരും. പല സമയത്തും നിങ്ങളെ തള്ളിപ്പറയേണ്ടതായിട്ട് വരും. ഇനി ഫ്യൂച്ചറിൽ ഈ ഒരു കമ്മിറ്റ്മെന്റ് നല്ല രീതിയിൽ നിങ്ങൾക്ക് നൽകാനായിട്ട്, ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനോ നല്ലൊരു കമ്മിറ്റ്മെന്റ് നൽകാനോ ഒന്നും ഇവർക്ക് കഴിയുമെന്ന് ഇവർക്കൊരു ഉറപ്പുമില്ല. അത്തരത്തിലൊരു സാഹചര്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. സോ മനഃപൂർവ്വമായിട്ട് ഇവര് ഈ ഒരു സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്തു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതും ഇവിടെ നിങ്ങളോടുള്ള ഒരു ശരിക്കും നല്ലൊരു സ്നേഹം തന്നെയാണ് നിങ്ങളോടുള്ളത്. അപ്പൊ നിങ്ങളെ അവഗണിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു വേദനയും വിഷമവും ഒന്നും ഇവർക്ക് കാണാനോ അല്ലെങ്കിൽ ഇവർക്ക് താങ്ങാനോ ഇവർക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സെപ്പറേഷനിലേക്ക് പോവുക അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇല്ല എന്ന് നിങ്ങൾ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഒഴിവായി പൊക്കോട്ടെ, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു വേദന വരില്ല, അല്ലെങ്കിൽ ആ ഒരു വൺ ടൈം വേദനയെ വരുള്ളൂ എന്നുള്ള രീതിയിലാണ്, ആ വൺ ടൈമിൽ ഒരു വിഷമേ വരുള്ളൂ, അങ്ങനെ നിങ്ങളുടേതായ ഒരു ലൈഫിലേക്ക് നിങ്ങൾ പൊക്കോട്ടെ എന്ന് ഈ വ്യക്തി ചിന്തിക്കുകയാണ്. ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെയാണ് ഈ വ്യക്തിക്ക് കാണുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർ മനഃപൂർവ്വമായിട്ട് ഇങ്ങനെ ഒരു സെപ്പറേഷൻ ക്രിയേറ്റ് ചെയ്തത് എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി. പക്ഷെ അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് എന്നും ഒരു സ്ഥാനമുണ്ട്. നിങ്ങൾ ഇവരെ മനസ്സിലാക്കിയതിനേക്കാൾ അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞതിനേക്കാൾ അധികമായിട്ട് ഒരുപാട് സ്നേഹം അവർക്ക് നിങ്ങളോടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ സ്നേഹിച്ചതുപോലെ ഈ ഒരു വ്യക്തി അവരുടെ ലൈഫിൽ ആരെയും സ്നേഹിച്ചിട്ടില്ല എന്നുള്ള തരത്തിലുള്ള എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ആരെയും ഇതുവരെ അവര് ഇത്രയും ഒരു ഡീപ്പായിട്ട് സ്നേഹിച്ചിട്ടില്ല എന്ന് അവര് തന്നെ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയൊക്കെയാണ് നിങ്ങൾക്ക് ഒരു വിഷമങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് കെയർ ചെയ്യാൻ പറ്റാതെ, നിങ്ങളോട് സംസാരിക്കാൻ പറ്റാതെ, നിങ്ങളെ അവഗണിക്കേണ്ടിയൊക്കെ വരുമ്പോൾ ഇവർക്കത് ഭയങ്കര ഹാർട്ടാണ്. നിങ്ങളെക്കാളും ഹാർട്ടാവുന്നത് ഇവർക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സ്റ്റോപ്പ് ചെയ്ത് മൊത്തത്തിൽ അവസാനിപ്പിച്ച് പോകാമെന്ന രീതിയിലാണ് അവർ ഈ റിലേഷൻഷിപ്പിൽ ഒരു സെപ്പറേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിച്ചതുപോലെയും അല്ലെങ്കിൽ നിങ്ങൾ കെയർ ചെയ്തതുപോലെയും ഒന്നും അവരെ ഇതുവരെയും ആരും സ്നേഹിച്ചിട്ടുമില്ല എന്നൊരു സത്യവും ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അവരുടെ സാഹചര്യം അങ്ങനെ ആയി പോയതിനെ ഓർത്ത് ഒത്തിരി വിഷമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ ഒറ്റപ്പെടുത്തി പോകേണ്ടി വന്നതിനെ ഓർത്തിട്ടൊക്കെ ഈ രാത്രി സമയങ്ങളിലൊക്കെ ഒരുപാട് വിഷമിക്കുന്നതായിട്ടുള്ള എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അവർ കരയുന്നതായിട്ട് കാണുന്നുണ്ട്, സങ്കടപ്പെടുന്നതായിട്ട് കാണുന്നു. ചിലപ്പോൾ ഈ ഒരു സെയിം ഫീലിങ്സ് ഒക്കെ തന്നെ നിങ്ങൾക്കും ഉണ്ടാകുന്നുണ്ടാകാം. അല്ലെങ്കിൽ രാത്രി സമയങ്ങളിൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുക, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന പോലെ ഫീൽ ഉണ്ടാവുക, അവർ വിഷമിക്കുന്ന പോലെ ഒരു ഫീലിങ്സ് ഉണ്ടാവുക. ഇത്തരത്തിലുള്ള ഫീലിങ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടാകും. കാരണം ആ ഒരു സമയത്തൊക്കെ നിങ്ങളെക്കുറിച്ച് വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു സയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുകയും കരയുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയങ്ങളിലാണ് നിങ്ങൾക്ക് ആ അത്തരത്തിലുള്ള ഫീലിങ്സുകൾ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി ഇത് ആരെങ്കിലുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് വഴി അറിയിക്കാനായിട്ടൊന്ന് ശ്രമിക്കാം. അപ്പോൾ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർക്കെങ്കിലും ഈ ഒരു പേഴ്സന്റെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ഗതികേട് മനസ്സിലാവുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് അറിയാമായിരിക്കാം എന്താണ് ഈ ഒരു പേഴ്സൺ. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറയുമ്പോൾ പലർക്കും പല സിറ്റുവേഷൻസ് ആണ്, അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനായിട്ട് വരുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കാണുമ്പോൾ അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള എനർജീസ് ആണ് നമുക്ക് കൂടുതലായിട്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി രാത്രി സമയങ്ങളിലെല്ലാം തന്നെ അവര് നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതായത് ഇപ്പോൾ രാത്രി സമയങ്ങളിലല്ല, പകൽ സമയങ്ങളിലോ എല്ലാം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നമ്മളിപ്പോൾ ഒരു വ്യക്തിയോട് ചോദിക്കുകയാണ്, നീ എന്നെ മറന്നു പോയോ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ടോ ഈ ഒരു പേഴ്സൺ എന്നെ മറന്നു പോയിട്ടുണ്ടാവോ, അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണോട് ചോദിക്കുകയാണ്, നിങ്ങൾ എപ്പോഴെങ്കിലും എന്നെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ, എൻ്റെ കാര്യം ഓർക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് തിരിച്ച് പറയേണ്ടുന്ന ഒരു സത്യസന്ധമായിട്ടൊരു മറുപടി പറയുകയാണെങ്കിൽ അവർ പറയേണ്ടുന്ന ഒരു മറുപടി എന്നുള്ളത്, ഞാൻ മറന്നു പോയാൽ മാത്രമാണ് നിന്നെ ഓർക്കേണ്ടുള്ളൂ. കാരണം ഓൾവേസ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതാണ് അവർ പറയുക. അവരൊരിക്കലും മറന്നു പോകുന്നില്ല. മറന്നാലല്ലേ ഓർക്കേണ്ട ആവശ്യം വരും. അത്ര ഒരു ദിവസത്തിൽ കൂടുതൽ സമയം നിങ്ങളെക്കുറിച്ച് തന്നെയാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാത്രി സമയങ്ങളിൽ ഒത്തിരി സമയത്ത് അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളിലേക്ക് തിരികെ വരാനും നിങ്ങളുമായിട്ട് സന്തോഷകരമായി ചിലവഴിച്ചിരുന്ന നിമിഷങ്ങൾ ലൈഫിൽ തിരികെ കിട്ടാനും ഒക്കെ ഇവര്
ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവർക്കറിയാം ഇനി ഒരു അത്ഭുതം സംഭവിച്ചാൽ മാത്രമേ നിങ്ങളിലേക്ക് വരാനായിട്ട് പറ്റൂ എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് അവർക്കറിയാം. ഒരു അമാനുഷിക ശക്തിയുടെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് ഒരു അത്ഭുതം ഇവിടെ സംഭവിക്കണം, എങ്കിൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് എനിക്കിനി തിരിച്ചു വരാൻ പറ്റുള്ളൂ അവർക്ക് വ്യക്തമായ ധാരണ ഉണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് പറയാമായിരിക്കാം. പക്ഷെ എങ്കിലും അവര് വെറുതെ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്. ജീവിതത്തിൽ അവരിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് എനിക്ക് ആ സന്തോഷകരമായ നിമിഷങ്ങൾ വീണ്ടും കിട്ടിയിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളിലേക്ക് വരാനായിട്ട്, നിങ്ങളോട് അത്രയ്ക്കൊരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സ്നേഹം തന്നെയാണ് ഈ വ്യക്തിക്കുള്ളത്. അപ്പൊ ജീവിതത്തിൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പല പ്രോബ്ലംസ് ഇപ്പൊ അവരുടെ ലൈഫിലേക്ക് വരുന്നു. എന്തെങ്കിലും ഇപ്പൊ ഇവരുടെ കൂടെ നിൽക്കുന്ന ആളുകളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ, ജോലി സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ടായി, എന്ത് തരത്തിലുള്ള ഒരു വിഷമങ്ങൾ അവരുടെ ലൈഫിൽ വരുമ്പോഴും അവര് ആ ഒരു സമാധാനവും സന്തോഷവും ഒക്കെ അവർക്ക് കൊടുക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ ഓർമ്മകളാണ്, നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അവർക്ക് അത്തരത്തിലുള്ള ഒരു സമാധാനവും സന്തോഷവും ഒക്കെ കൊടുക്കുന്നത് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങളുടെ ഓർമ്മകൾ ഒരിക്കലും നഷ്ടമായി പോകരുതേ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവര്. എപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കാനായിട്ട് ഒത്തിരിയധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് അതിൽ നിന്ന് ഒരു സന്തോഷമാണ് കിട്ടുന്നത്. എപ്പോഴും അവർക്കൊരു സന്തോഷമാണ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ സമയങ്ങളെ കുറിച്ചൊക്കെ ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്കൊരു സന്തോഷം, ഒരു ഹാപ്പിനെസ്, ഒരു എന്താ പറയാ, അവർക്ക് മനസ്സ് ഒന്ന് റിലാക്സ് ആകുകയാണ് ആ ഒരു സമയങ്ങളെ കുറിച്ച് വീണ്ടും ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ അവര് നിങ്ങളുടെ ഓർമ്മകൾ ഒരിക്കലും അവരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകരുത് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ രാത്രി സമയങ്ങളിൽ മാത്രമല്ല, അവര് എപ്പോ ഫ്രീ ആവുന്നു, എപ്പോഴേക്കാണോ അവര് ബിസി അല്ലാതിരിക്കുന്നത്, ആ ഒരു സമയങ്ങളിൽ എല്ലാം തന്നെ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള എനർജീസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ചെറിയ കൊച്ചു കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ സിംഗിൾ കാര്യങ്ങളിലും ആ ഒരു കാര്യം എടുക്കുമ്പോൾ, അന്ന് ഞാൻ അവിടെ ആയിരുന്നപ്പോൾ, അല്ലെ നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ, ആ സമയത്ത് ഞാൻ ആ ഒരു വ്യക്തിയോടൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നല്ലോ അവർ എൻ്റെ അടുത്ത് പെരുമാറി, അല്ലെങ്കിൽ ഈ ഒരു സംഭവം നമ്മൾ ഒരുമിച്ച് കഴിച്ചതാണല്ലോ ഇന്ന സ്ഥലത്ത് വെച്ച്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന സ്ഥലത്ത് പോയപ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്തത്. ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങൾ വരെ ഈ ഒരു വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള എനർജിയാണ് കിട്ടുന്നത്. അപ്പം അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയങ്ങളിലും എല്ലാം തന്നെ അവർ ചിന്തിക്കുന്നു. കൂടുതൽ സമയങ്ങളിൽ രാത്രി സമയങ്ങളിലാണ് അവർ ഫ്രീ ആയിട്ടുള്ളത് എന്ന് കാണുന്നു. അപ്പൊ ആ ഒരു സമയങ്ങളിലൊക്കെ നിങ്ങളെക്കുറിച്ച് വളരെയധികം സ്നേഹത്തോടെ അവരിങ്ങനെ ചിന്തിക്കുന്നു. ഒരു പുതിയ തുടക്കം ഉണ്ടാകണം എന്നൊക്കെ ഒത്തിരിയധികം ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടായിരുന്നെങ്കിൽ, എനിക്കിനി തിരിച്ച് ഈ ഒരു വ്യക്തിയിലേക്ക് എത്താനായിട്ട് എന്തെങ്കിലും ഒരു അവസരം എനിക്ക് ലഭിക്കുകയായിരുന്നെങ്കിൽ എന്നൊക്കെ ഇവർ ഒത്തിരിയധികം ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ കൂടുതൽ പേർക്കും ഇതൊരു ഒരിക്കലും നടക്കില്ല എന്ന് നിങ്ങൾ രണ്ടു കൂട്ടരും ചിന്തിക്കുന്ന രീതിയിലുള്ള റിലേഷൻഷിപ്പാണ്. കാരണം അത്രയധികം തടസ്സങ്ങളാണ് ഈ റിലേഷൻഷിപ്പിൽ കാണുന്നത്. നമ്മളിപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ ഒന്നും ഇവിടെ നോക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഒരു എനർജി വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ രണ്ടു കൂട്ടരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു നല്ല രീതിയിൽ വരില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങൾ രണ്ടു കൂട്ടരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. നമുക്ക് കുറച്ച് സോൾ മെസ്സേജസും കൂടി എടുത്ത് നോക്കാം. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. Soul messages from your person. ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഓക്കെ, നമുക്ക് ഫസ്റ്റ് മെസ്സേജ് നോക്കാം. ഐ മിസ് യുവർ പ്രസൻസ്. ഓക്കെ, നിങ്ങളുടെ പ്രസൻസ് ഈ ഒരു സമയത്ത് അവർ ഒത്തിരി മിസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു വിൽ ഫോർഗീവ് മീ സൂൺ. ഓക്കെ, ഞാൻ പ്രതീക്ഷിക്കുന്നു അവർക്ക് ഈ ഒരു സെപ്പറേഷനൊക്കെ നിങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ടെന്നും നിങ്ങൾക്ക് ഒത്തിരി ദേഷ്യവും സങ്കടവും ഒക്കെ വന്നിട്ടുണ്ട് എന്നുമൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതാണ് അവർ വിചാരിക്കുന്നു, പെട്ടെന്ന് തന്നെ നിങ്ങൾ അവരോട് ക്ഷമിക്കുമെന്ന് അവർ വിചാരിക്കുകയാണ്. ഓക്കെ, യു ആർ മൈ ട്വിൻ ഫ്ലെയിം. ഓക്കെ, ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെന്നുള്ള ഒരു കാര്യം ഈ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ ഒരു ട്വിൻ ഫ്ലെയിം സെപ്പറേഷൻ തന്നെയായിരിക്കാം ഈ ഒരു സമയമെന്ന് നമുക്ക് വിചാരിക്കാം. യു ആർ മൈ ട്വിൻ ഫ്ലെയിം. ഓക്കെ, വീണ്ടും ട്വിൻ ഫ്ലെയിം എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്വിൻ ഫ്ലെയിം കണക്ഷൻ തന്നെയായിരിക്കാം. യു ടച്ച്ഡ് മൈ ഹാർട്ട്. ഓക്കെ, നിങ്ങൾ അവരുടെ ഹൃദയത്തെ സ്പർശിച്ച ഒരാളാണ് എന്ന് പറയുകയാണ്. ഐ ആം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ്. ഐ ആം കൗണ്ടിങ് ദ അവേഴ്സ് ആൻഡ് ഡേയ്സ് അണ്ടിൽ ഐ ക്യാൻ മീറ്റ് യു അഗെയിൻ. ലവ് യു. ഓക്കെ, നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്നു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ
നിങ്ങളെ ലൈഫിൽ അവരുടെ ലൈഫിലേക്ക് കിട്ടിയതിൽ അവർ വളരെയധികം ഭാഗ്യവാനാണ്, അത് ഭാഗ്യവതിയാണ് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇനി നിങ്ങളെ മീറ്റ് ചെയ്യാനായിട്ട് പോകുന്ന ആ ഒരു സമയത്തിലേക്ക് വേണ്ടിയിട്ട് മണിക്കൂറുകൾ എണ്ണി ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് ഈ ഒരു വ്യക്തി എന്നാണ് പറയുന്നത്. I hope the future will bring us together because I love you more than you know. ഓക്കെ, അവര് പ്രതീക്ഷിക്കുകയാണ് ഫ്യൂച്ചറിൽ ഇനി നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ചേരുന്ന ഒരു സമയം വരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. കാരണം അത്രയധികം നിങ്ങൾ മനസ്സിലാക്കിയതിനേക്കാൾ അധികമായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന എനർജി. ഓക്കെ, ഐ മിസ് യു വെരി ബാഡ്ലി. ഓക്കെ, അവർക്ക് ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ, ഒത്തിരി മിസ് ഫീലിങ്സ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, വളരെയധികം മിസ് ചെയ്യുന്നതായിട്ടാണ് ഒരു എനർജി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ക്ലൂസ് കൂടെ ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് 21 എന്ന് പറയുന്ന നമ്പറാണ്. ലെറ്റർ T, 1985, ലെറ്റർ L, ഫീൽസ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ഓക്കെ, പാസ്റ്റ് ലൈഫിൽ കണക്ഷൻ ഉള്ള വ്യക്തികളായിരിക്കാം. സപ്പോർട്ടീവ്, വളരെ സപ്പോർട്ടീവായിട്ട് നിന്നിട്ടുള്ള വ്യക്തിയായിരിക്കാം. ചാരിറ്റി ഇഷ്ടപ്പെടുന്ന ആളുകളാകാം. നമ്പർ 48, 1 weeks എന്ന് പറയുന്നൊരു പോസിബിലിറ്റി ഇവിടെ കിട്ടുന്നുണ്ട്. മലപ്പുറം ഡിസ്ട്രിക്റ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബ്യൂട്ടിഫുൾ ഐസ്, മനോഹരമായ കണ്ണുകളുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ക്രിക്കറ്റ്, റീഡിംഗ്, ഗെയിമിംഗ്, 1979, 2 weeks, 1975, 1991, 1986, within 72 hours, ഫുട്ബോൾ, വൈറ്റ് ബട്ടർഫ്ലൈസ്. ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾ വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ കാണുന്നുണ്ടായിരിക്കും. അവർ നിങ്ങളെക്കുറിച്ച് വളരെയധികമായിട്ട് ചിന്തിക്കുന്നു അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു എന്നുള്ളതാണ്. ടുമോറോ, മ്യൂസിക്. ഈ ഒരു റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ട് ബന്ധമുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്പർ 56, 2004, 2 months, എക്സ്പെക്ട് മിറാക്കിൾസ്. ഓക്കെ, വളരെ സന്തോഷകരമായ ഒരു ക്ലൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു അത്ഭുതം പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇനി ഒരു അത്ഭുതം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നമ്പർ 31, വീഡിയോ ഗെയിം, ഹെൽത്ത് ഇഷ്യൂസ്. ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടാവാം. കണ്ണൂർ ഡിസ്ട്രിക്റ്റ് ആണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന ഒരു ക്ലൂ. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ കമൻറ്റുകളൊക്കെ അയക്കും, നമുക്ക് കമൻറ്റുകളെല്ലാം വരുന്നതൊക്കെ ഒത്തിരി ഞാൻ വായിച്ചു നോക്കാറുണ്ട്. പല കമൻറ്റുകളും റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷമാവുന്നു അല്ലെങ്കിൽ സമാധാനം കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഒത്തിരി കമൻറ്റുകൾ ഞാൻ കാണുന്നുണ്ട്. എനിക്കും വളരെയധികം സന്തോഷമുണ്ട് ഇത്തരം കമൻറ്റുകളൊക്കെ കാണുമ്പോൾ. നിങ്ങൾക്കൊരു സമാധാനവും സന്തോഷമൊക്കെ റീഡിങ് വഴി ലഭിക്കുന്നു എന്നറിയുന്നതിൽ ഞാനും ഒത്തിരി സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു സമയത്തൊക്കെ ഒത്തിരി ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ചാനലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും ഞാൻ ഈ ഒരു സമയത്ത് നന്ദി പറയുകയാണ്. അതുപോലെ റെഗുലർ ആയിട്ട് ഈ ഒരു ചാനൽ കാണുന്ന ഒത്തിരി ആളുകളുണ്ട്. എല്ലാ വീഡിയോസും കണ്ടിട്ട് നമുക്ക് കമൻറ്റുകൾ അയക്കുന്ന ആളുകളുണ്ട്, നിർദ്ദേശങ്ങൾ അറിയിക്കുന്നവരുണ്ട്. ഓക്കെ, അവരോടൊക്കെ ഈ ഒരു സമയത്ത് ഞാൻ വളരെയധികം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.